Hi friends, welcome to Goa on Wheel. കേരളത്തില് ജനിച്ചു വളർന്ന ആൾക്കാരാണ്. പപ്പയ്ക്ക് ഒരു 14 വയസ്സുള്ളപ്പോൾ Hello friends, welcome to Goa on Wheels. So it's me, Shruti. അഭിജിത്ത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്താൻ കേട്ടോ. കുറെ പേർക്കൊക്കെ ഉള്ള ഡൗട്ടാണ്, ഞാൻ എങ്ങനെയാണ് ഗോവയിൽ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഇവിടെ സെറ്റിൽഡ് ആണോ, ഞങ്ങളുടെ ജോബ് എന്താണ്, ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യാണ്, അതൊക്കെ കുറെ ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഞങ്ങളെ അതെല്ലാം ക്ലിയർ ചെയ്യാന്ന്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ എന്റെ പേര് ശ്രുതി. ഞാൻ പഠിച്ചതും വളർന്നതും ജനിച്ചതും എല്ലാം കേരളത്തിലാണ്. അപ്പോ കേരളത്തിലെ എറണാകുളത്ത് പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് അച്ഛൻ, അമ്മ, അനിയൻ, ചേച്ചി ഉണ്ട്. ചേച്ചി ഇപ്പൊ മാരീഡ് ആണ്, 2 കുട്ടികളും ഉണ്ട്. അപ്പോ എന്റെ ഹസ്ബൻഡിന് അഭിജിത്ത് മോഹൻ. ഞാൻ ഇവിടെയാണ് സെറ്റിൽഡ്, ഇവിടെയാണ് ജനിച്ചത്, പിന്നെ ഇവിടെയാണ് പഠിപ്പ് എല്ലാം ചെയ്തത്. എൻ്റെ അച്ഛൻ ഇവിടെ 45 years ആയി, പുള്ളി ബിസിനസ്സിലാണ്. സോ എനിക്കൊരു അനിയനുണ്ട്, അനിയൻ ഹൈദരാബാദിൽ വർക്കിംഗ് ആയിപ്പോൾ. സോ അതൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ അപ്പോ എന്റെ ജോബ് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പോ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. എന്റെ കമ്പനി എയ്റോസ്പോർട്സ് നോട്ടിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഒരു മുംബൈ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോ ജിത്തു വർക്ക് ചെയ്യുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന പതഞ്ജലി ടിഷ്യൂ പേപ്പേഴ്സ്, ഗ്രീൻ ലൈം എന്ന് പറയും, പൂനെ ബേസ്ഡ് കമ്പനിയാണ്. അതൊരു പൂനെ ബേസ്ഡ് കമ്പനിയാണ്. ജിത്തുവിനും വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോം അല്ല. ജിത്തുവിന് ക്ലയന്റ് മീറ്റിംഗ്സും ഡീലേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോകണം. എന്നാലും ഞങ്ങൾക്ക് 2 പേർക്കും പറയുവാണെങ്കിൽ ഓഫീസില്ല, ഇവിടെ തന്നെയാണ്, വർക്ക് ഫ്രം ഹോം തന്നെയാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെയാണ് ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന് പഠിച്ച കൊച്ചെങ്ങനെയാണ് ഗോവയിലേക്ക് വന്നതെന്നാണ്. അപ്പൊ എല്ലാവരുടെയും സംശയമാണ്. എന്നോട് കുറെ പേരൊക്കെ ചോദിക്കാറുണ്ട് ലവ് മാരേജ് ആയിരുന്നോ എന്നൊക്കെ. ഞങ്ങളുടെ ലവ് മാരേജ് അല്ല, പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. എന്താ പറയാ, ആഫ്റ്റർ മാരേജ് ലവ്, അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങള്. അപ്പോ ഇപ്പൊ 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ എനിക്ക് ഈ കല്യാണാലോചന വന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എങ്ങനെയാ പറയാ, ബ്രോക്കർ വഴി തന്നെയാണ് വന്നത്. അപ്പൊ ജിത്തുവിന്റെ മമ്മയുടെ ബ്രദറൊക്കെ നമ്മളുടെ നാട്ടുകാരാണ്. മൂത്തുന്നം എന്ന് പറയുന്ന, തൃശ്ശൂരിനടുത്ത് മൂത്തുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് അവര് സെറ്റിൽ ആയിക്കണത്. അപ്പൊ അവര് വഴി അവരുടെ ത്രൂ ബ്രോക്കർ വഴി വന്ന ഒരു ആലോചനയാണിത്. അപ്പൊ ആദ്യം ഇങ്ങനെ ഗോവ എന്നൊക്കെ കേട്ടപ്പോ ഞങ്ങൾക്ക് വേണ്ടാന്ന് തന്നെയായിരുന്നു. ആ ഒരു ടൈം എന്ന് വെച്ചാൽ എനിക്ക് കല്യാണാലോചന തുടങ്ങിയ ഒരു ടൈമായിരുന്നു. പിന്നെ ഇങ്ങനെ ഗോവയിൽ നിന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്കാണെങ്കിൽ ആദ്യമായിട്ട്, ഞാൻ ഇതുവരെ ഗോവ പോയിട്ടുമില്ല, ഒന്നും അറിയത്തില്ല. അപ്പൊ ശരിക്കും പറയാൻ വേണ്ടാന്ന് തന്നെയായിരുന്നു. പിന്നെ എന്തോ വിധി എന്നൊക്കെ പറയില്ല, അതേപോലെയായിരുന്നു എല്ലാം സെറ്റ് ആയത്. ആദ്യം തന്നെ ജിത്തുവിന്റെ ആ ആന്റിയും അങ്കിളൊക്കെ വന്ന് കണ്ടു. പിന്നെ അവിടെ കണ്ടു. പിന്നെ അങ്കിള് വീഡിയോ കോളിലൂടെയാണ്, എനിക്ക് ജിത്തു അന്നേരം ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു, വീഡിയോ കോളിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ജിത്തുവിനോട് സംസാരിക്കുന്നതും കാണുന്നതും എല്ലാം. കണ്ടു കഴിഞ്ഞ അപ്പോഴും ഞങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വന്ന് കാണട്ടെ, അത് കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഗോവ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഡിസ്റ്റൻസ് ഇല്ല, അപ്പൊ നമുക്ക് എല്ലാം നോക്കണമല്ലോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിന്നത്. പിന്നെ ജിത്തു ബാംഗ്ലൂരിൽ നിന്നും, ജിത്തുവിന്റെ ഫാമിലി, പപ്പയും അമ്മയും ഗോവയിൽ നിന്നും വന്നു പെണ്ണ് കാണാനായിട്ട്. അങ്ങനെ വന്ന് കണ്ടു. പിന്നെ അപ്പൊ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ഒരു മിക്ക ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കണ്ട് ആലോചിച്ചു, അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പോഴും ഫിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചെക്കന്റെ വീട് കാണാനായിട്ട്, അപ്പൊ ഗോവ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറെ പേർക്കൊന്നും കാണാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് എന്റെ അച്ഛനും അമ്മയും പിന്നെ എന്റെ കസിൻസ് 2-3 പേരുമാണ് ഇങ്ങോട്ട് വന്ന് ഇവരുടെ വീടൊക്കെ കണ്ടത്. അപ്പോ ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന ഇത് ഗോവ ജിത്തുവിന്റെ വീട് ആണിത്. അപ്പൊ ഇവരിപ്പോ ഇവിടെ വീടൊക്കെ വെച്ചിട്ട് ഒരു 10 വർഷമായി. 10 വർഷമായി വീടൊക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ എന്താ പറയാ, എല്ലാം കൊണ്ടും സെറ്റായി. അങ്ങനെയാണ് എന്റെ കല്യാണമൊക്കെ നടന്നത്. പിന്നെ കല്യാണം നടന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഞങ്ങൾക്ക് ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു സങ്കടം. ഞങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് ഒരു കൊറോണ കല്യാണമായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൽ ഞങ്ങളുടെ മാരേജ് ഡേറ്റ് ഒക്കെ ആകെ ഒന്ന് ചേഞ്ച് ആയി. കാരണം ജിത്തുവിന്റെ മമ്മ കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പോ ഞങ്ങളുടെ കല്യാണം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മമ്മയ്ക്ക് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് തന്നെ ഡേറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. അങ്ങനെ കോവിഡ് ടൈമിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് മമ്മയ്ക്ക് അധികം നാളുകളൊന്നും ഉണ്ടായിരുന്നില്ല, എക്സ്പയർഡ് ആയി. ഇപ്പം മമ്മ ഇല്ല.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കൊല്ലം ബാംഗ്ലൂരായിരുന്നു. ജിത്തു അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എനിക്കും ഒരു 2 മാസത്തിനുള്ളിലൊക്കെ അവിടെ ജോബ് കിട്ടി. അങ്ങനെ ഞങ്ങള് അവിടെയായിരുന്നു ഒരു വർഷം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗോവയിലേക്ക് തന്നെ തിരിച്ചു വന്നു, കാരണം പപ്പ അവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു 2 കൊല്ലമായി. അതിനിടയിലാണ് ഞങ്ങൾക്ക് ഈ യൂട്യൂബ് എന്നുള്ളൊരു തോട്ട് ഉണ്ടായത്. അപ്പോൾ എല്ലാരും ചോദിക്കും എന്താ യൂട്യൂബ് ചെയ്യാനുള്ള പെട്ടെന്ന് ഉണ്ടായ മോട്ടിവേഷൻ എന്ന്. മോട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചാനലൊക്കെ ചെയ്യുന്നു, അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് മോട്ടീവ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഗോവയിലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നി. അതായത് ഗോവ എല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒട്ടേറെ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറെ വീഡിയോസ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളും ഇവിടുത്തെ ട്രഡീഷനും കൾച്ചറും അങ്ങനെ കുറെ സംഭവങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വീഡിയോസ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത്. അപ്പൊ ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഇപ്പോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, 4 വീക്സ്, ഏകദേശം ഒരു മാസം ആയിട്ടുള്ളൂ ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും കുറെ പേരൊക്കെ എന്നെ ജിത്തുനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനല്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ഞങ്ങൾക്ക് അങ്ങോട്ട് കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടാനുള്ള ഒരു, എന്താ പറയാ, എല്ലാ വീഡിയോസും ഞാൻ പറയുന്ന പോലെ തന്നെ ആ ഒരു ഉഷാർ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോ എല്ലാവരും അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റിലൂടെയൊക്കെ അല്ലെങ്കിൽ മെസ്സേജിലൂടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. ഓൾ ടൈം ഞാൻ അവൈലബിൾ ആയിരിക്കും. ഓൾ ടൈം അല്ല, എനിക്ക് മൺഡേ ടു സാറ്റർഡേ എനിക്ക് വർക്ക് ഉണ്ട്. ഞാൻ പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ കമന്റ്സിനും മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്നവരൊക്കെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ കൂടുതൽ ഗോവൻ വിശേഷങ്ങളായിട്ട് ഞാനും ജിത്തുവും ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.